ഇപ്പോൾ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ സുപ്രീം കോടതി അഭിഭാഷകനാണ്. അഡ്വക്കേറ്റ് പ്രശാന്ത്, ഇത് ഈ രാഷ്ട്രപതിയുടെ ചോദ്യങ്ങൾക്ക് കോടതി മറുപടി നൽകുന്നു. അവിടെ വളരെ കൃത്യമായി ബില്ലിന്മേൽ തീരുമാനമെടുക്കണമെന്ന് പറയുമ്പോൾ പോലും ഗവർണർക്ക് മുന്നിലെ ഭരണഘടനാപരമായ സാധ്യതയും മന്ത്രിസഭ ഇങ്ങനെ നൽകുന്ന ബില്ല് അത് നമുക്കറിയാമല്ലോ, തിരിച്ചയച്ചാലും വീണ്ടും ഗവർണറുടെ മുന്നിലേക്ക് മന്ത്രിസഭയ്ക്ക് അയക്കാൻ പറ്റുന്ന സാഹചര്യം. അപ്പോൾ മന്ത്രിസഭ എന്ത് തീരുമാനമെടുക്കുന്നോ അത് ഒപ്പുവെക്കുക എന്നത് മാത്രമാണോ പോംവഴി എന്നൊരു ചോദ്യം കൂടി ഉണ്ടായിരുന്നല്ലോ. അതിൽ കൂടുതൽ വ്യക്തത വരുത്തിയിട്ടുണ്ടോ കോടതി? അതിലെ ഭരണഘടന വളരെ ക്ലിയർ ആണല്ലോ. രണ്ടാമത് സഭ തിരിച്ചയക്കുകയാണെങ്കിൽ ഗവർണർ അതിൽ തീരുമാനം എടുക്കണം. ഇതില് ഇപ്പോൾ സുപ്രീം കോടതിയുടെ മുന്നിൽ ഉണ്ടായിരുന്ന ചോദ്യങ്ങള് ഡിവിഷൻ ബെഞ്ച് നേരത്തെ പറഞ്ഞതുപോലെ സമയപരിധിക്കുള്ളിൽ ചെയ്തില്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി നിയമമാകും എന്ന് പറഞ്ഞത് നിൽക്കുമോ എന്നുള്ള ചോദ്യമായിരുന്നു. ആ ചോദ്യത്തിന് അത് ഭരണഘടനയിലെ ഒരു സ്ഥാപനത്തിന്റെ അധികാരത്തിലേക്ക് വേറെ സ്ഥാപനം കടന്നു കയറുന്ന പോലെ ആകുന്നതുകൊണ്ട് അങ്ങനെ ഒരു അധികാരം ഇല്ല എന്നാണ് പറഞ്ഞത്. തീർച്ചയായും, അതായത് അധികാരത്തിൽ കടന്നു കയറില്ല എന്ന് പറയുമ്പോഴും ഈ സമയപരിധിക്കുള്ളിൽ സമയപരിധി അനിശ്ചിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് കോടതി അസന്നിഗ്ധമായി പറയുകയാണല്ലേ? യെസ്, ഞാൻ ചോദിച്ചതിൽ അതായത് താങ്കൾ പറയുന്നത് അപ്പോൾ രണ്ടാമതും തിരിച്ചയച്ചാൽ അത് ഒപ്പുവെക്കാൻ ബാധ്യസ്ഥമായി മാറുകയല്ലേ ഗവർണർ? അങ്ങനെ കൂടിയല്ലേ ഇത് വായിച്ചെടുക്കേണ്ടതായി വരുന്നത്? ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് സമയപരിധി ഇല്ല, അതുകൊണ്ട് കോടതിക്ക് അത് ഒരു ടൈം ലൈൻ ഫിക്സ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇന്ന് പറഞ്ഞത്. അതില് പക്ഷെ റീസണബിൾ ആയിട്ടുള്ള സമയത്ത് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ കോടതിയിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുടെ പുറത്ത് ഒരു ജുഡീഷ്യൽ റിവ്യൂവിന് വരാം. ജുഡീഷ്യൽ റിവ്യൂ അല്ല, കോടതിക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഡയറക്ഷൻസ് കൊടുക്കാൻ, ഗവർണറോട് പെട്ടെന്ന് തീരുമാനം എടുക്കാൻ പറയാം. അതിനപ്പുറത്തേക്ക് ഗവർണർ എന്ത് ചെയ്യുന്നു എന്നുള്ള തീരുമാനം ജസ്റ്റിഷ്യബിൾ അല്ല, അതായത് കോടതിയുടെ പരിധിയിൽ വരുന്ന കാര്യമല്ല എന്നാണ് ഇന്ന് പറഞ്ഞത്. അപ്പോൾ ഒപ്പുവെക്കണമെന്ന് കോടതിക്ക് നിർബന്ധിക്കാനുമാകില്ല. ഒപ്പുവെക്കുക, തിരിച്ചയക്കുക അല്ലെങ്കിൽ പ്രസിഡന്റ് അയക്കുക ചെയ്യാനുള്ള 3 വശങ്ങളാണല്ലോ ഗവർണർക്കുള്ള അവകാശങ്ങൾ. അത് ഗവർണർ സമയബന്ധിതമായിട്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ചോദ്യം മാത്രമേ ഉള്ളായിരുന്നു. സമയബന്ധിതമായിട്ട് ചെയ്യണം എന്ന് തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞത്. കാരണം ഗവർണർക്ക് അതിനകത്ത് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിലും അത് സഭയെ സമയബന്ധിതമായിട്ട് അറിയിക്കണം, എങ്കിലും ഡയലോഗ് നടക്കൂ. പക്ഷെ കോടതിക്ക് ആ സമയം എത്രയാണെന്ന് നിർബന്ധമായിട്ട് പറയാൻ കഴിയില്ല എന്നാണ് ഇന്ന് പറഞ്ഞത്. അപ്പോൾ അതായത് ഇതിലൊരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് സാർ, അതായത് ഇപ്പോൾ ഒരു ബില്ല് രണ്ടാമതും സഭ ഗവർണർക്ക് മുന്നിലേക്ക് അയക്കുന്നു, പക്ഷെ അത് അംഗീകരിക്കാൻ ഗവർണർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ പിന്നെ ഗവർണർ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം ഉയരുന്നില്ലേ? ഇല്ല, രണ്ടാമത് അയച്ചു കഴിഞ്ഞാൽ അംഗീകരിച്ചേ പറ്റൂ എന്ന് ഭരണഘടനയിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ആദ്യത്തെ പ്രാവശ്യം തന്നെ സമയത്ത് തിരിച്ചയക്കാതെ വരുന്ന കേസുകള് അകാരണമായിട്ട് പിടിച്ചു വെക്കുകയാണെങ്കിൽ കോടതിയിൽ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന ഒരു അധികാരം സമയബന്ധിതമായിട്ട് വിനിയോഗിക്കണം. തിരിച്ചയച്ചു കഴിഞ്ഞാൽ അവിടെ സംവാദത്തിന് ഒരു സഭയുമായിട്ട് കോൺവെർസേഷനുള്ള ഒരു ചാൻസ് അവിടെയുണ്ട്. അത് ഇല്ലാതാക്കരുത്. 2 ഇന്റർപ്രിട്ടേഷൻ പോസിബിൾ ആണെങ്കിൽ കോൺവെർസേഷൻ പോസിബിൾ ആകുന്ന ഇന്റർപ്രിട്ടേഷൻ കൊടുക്കണം. അതുകൊണ്ട് ഗവർണർ അത് കഴിയുന്ന നേരത്തെ തിരിച്ചയക്കണം. പക്ഷെ എത്ര സമയത്തിനുള്ളിൽ എന്ന് സുപ്രീം കോടതിക്ക് സമയപരിധി നിശ്ചയിക്കാനാവില്ല, കാരണം ഭരണഘടനയിൽ അങ്ങനെ ഒരു സമയപരിധി ഇല്ല എന്നാണ് ഇന്ന് പറഞ്ഞത്. യെസ്, വളരെ നന്ദി അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഈ സൂചിപ്പിക്കുന്ന പോലെ ഭരണഘടന 200, 201 ആർട്ടിക്കിൾ പ്രകാരം ഗവർണർക്ക് ലഭിക്കുന്ന സാവകാശമുണ്ട്. അത് പക്ഷേ അനിശ്ചിതമായ സാവകാശം എന്നതല്ല എന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. അഡ്വക്കേറ്റ് ശിവൻ